പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കാനിരിക്കെ അൻവറിനെ പുകഴ്ത്തി മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവ് ടി മുഹമ്മദ് ബഷീർ MP. വാതില് സാവധാനം തുറക്കുന്നു. PV അൻവർ ഉയർത്തിയ വിമർശനങ്ങൾ വളരെ കഴമ്പുള്ളതാണെന്ന് ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു. രാജ്യത്ത് തന്നെ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങളാണ് PV അൻവർ പറയുന്നത്. സംസ്ഥാന സർക്കാരിന് ഇനി ഒന്നും മൂടിവെക്കാൻ കഴിയില്ല. സമാന വിമർശനങ്ങൾ മുൻപേ മുസ്ലിം ലീഗും പറഞ്ഞിരുന്നു. അൻവറിനെ ലീഗിലേക്ക് ക്ഷണിക്കുന്നത് വേറെ വിഷയമാണെന്നും ടി മുഹമ്മദ് ബഷീർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവ് ശ്രീ ടി മുഹമ്മദ് ബഷീർ MP ആണ് ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടർ ചാനലിനോടൊപ്പം ചേരുന്നത്. നിലമ്പൂരിലെ MLA PV അൻവർ ഉയർത്തിയ പല വിമർശനങ്ങളാണ്. പിന്നീട് അദ്ദേഹം മുന്നണിക്ക് പുറത്തു വരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ മറുപടിയുമായി മുഖ്യമന്ത്രിയും പാർട്ടി രംഗത്ത് വരുന്നു. അൻവർ ഉയർത്തിയ വിമർശനങ്ങളെ എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? അൻവർ ഉയർത്തിയ വിമർശനങ്ങൾ വളരെ കഴമ്പുള്ളതാണ്. ഞങ്ങൾ അൻവറുമായിട്ട് പറയുന്ന ഈ വാർത്ത വരുന്നതിൻ്റെ മുമ്പേ ഞങ്ങൾ കൃത്യമായിട്ട് ഈ പോലീസ് ഓഫീസേഴ്സ് ഇവിടെ ചെയ്യുന്ന കാര്യത്തെ പറ്റി പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ വസ്തുതകൾ വളരെ ശരിയാണ്. രാജ്യത്തെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഞങ്ങൾക്ക് ഭാഗത്ത് മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഭരണമുന്നണിയിൽ തന്നെ ശക്തമായിട്ട് ചർച്ചകൾ വന്ന കാര്യമാണ് അത്. അപ്പോൾ അത്തരം സംഗതികൾ ഇവർക്ക് ഇനി എന്താ പറയുക, മൂടി വെക്കാൻ സാധിക്കാത്ത വിധത്തിൽ അത് പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. അൻവറിനെ ഒരു ഘട്ടത്തിൽ ലീഗിലേക്ക് ക്ഷണിക്കേണ്ടി വന്നാൽ എങ്ങനെയായിരിക്കും നിലപാട്? അതൊക്കെ വേറെ കാര്യം, അത് വേറെ ഒരു ഇഷ്യൂ ആണ്. മുസ്ലിം ലീഗിൻ്റെ ഒരു സമീപന രീതി എന്ന് പറയുന്നത് അതെടുത്ത സമീപനം എന്ത്. ഇപ്പോൾ ഞങ്ങൾ അൻവറിൻ്റെ എന്താ CPM ആയിട്ടുള്ള അവരുടെ പ്രശ്നം അതിന് സംഗതിക്കൊന്നും ഞങ്ങൾ കിടക്കുന്നില്ല. അൻവർ ഉയർത്തിയ വിമർശനങ്ങൾ ആദ്യഘട്ടം മുതലേ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ പറയുന്ന കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന് ആ നിലയിൽ തന്നെ പിന്തുണ നൽകുന്നു എന്നുള്ളതാണ് ലീഗിന്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി കൂടിയായ ടി മുഹമ്മദ് ബഷീർ റിപ്പോർട്ടർ ചാനലിനോട് പ്രതികരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് കരുളായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ തിരൂർ. മുബഷീർ നമുക്കൊപ്പം ചേരുന്നു. മുബഷീർ, എന്താണ് വാതിൽ സാവധാനം തള്ളി തുറക്കുകയാണോ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. നമുക്കറിയാം, ചന്തക്കുന്നിലെ PV അൻവർ MLAയുടെ ആദ്യത്തെ പൊതുയോഗം, അതിൽ ഏകദേശം 6000-ലധികം ആളുകൾ പങ്കെടുത്തതിൽ ഭൂരിഭാഗവും മുസ്ലിം ലീഗ് അനുഭാവികൾ ഉണ്ടായിരുന്നു. നമ്മുടെ പ്രതികരണങ്ങളൊക്കെ തന്നെ അത് കണ്ടതാണ്. അത്തരത്തിൽ PV അൻവറിൻ്റെ വാദങ്ങൾക്ക്, അദ്ദേഹം ഉയർത്തുന്ന വെളിപ്പെടുത്തലുകൾക്ക്, ആരോപണങ്ങൾക്കൊക്കെ തന്നെ വലിയ രീതിയിൽ മുസ്ലിം ലീഗിൽ നിന്ന് തന്നെ പിന്തുണ ഏറി വരുന്നൊരു സാഹചര്യത്തിലാണ് ലീഗിൻ്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി കൂടിയായ ടി മുഹമ്മദ് ബഷീർ MP അൻവറിൻ്റെ വിമർശനങ്ങളെ സ്വാഗതം ചെയ്തിരിക്കുന്നത്. അൻവർ പറയുന്ന കാര്യങ്ങൾ കഴമ്പുള്ളതാണെന്നാണ് ടി നമ്മളോട് വ്യക്തമാക്കുന്നത്. കൂടാതെ ഭരണമുന്നണിയിൽ തന്നെ നിലനിൽക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഇത് നേരത്തെ തന്നെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ പറഞ്ഞതായിരുന്നു. എന്നാൽ അത് പ്രതിപക്ഷ സംഘടനകളായതുകൊണ്ടായിരുന്നു ആ ഒരു ഘട്ടത്തിൽ വാർത്തയാകാതിരുന്നത്. അൻവർ ഇപ്പോൾ ഉയർത്തുന്ന വാദങ്ങളൊക്കെ തന്നെ വളരെ ശരിയാണ്. ആ നിലയിൽ തന്നെ അതിനെ കൈകാര്യം ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു വെക്കുന്നത്. അൻവർ ഉയർത്തിയ വിമർശനങ്ങൾ വളരെ കഴമ്പുള്ളത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വസ്തുതയുള്ളത് കൊണ്ട് തന്നെ കൃത്യമായ അന്വേഷണം നടക്കണമെന്ന ആവശ്യവും ടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഭരണമുന്നണിയിൽ തന്നെ ചർച്ചയായ കാര്യങ്ങളാണ് അൻവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. കൂടാതെ ഇനി ഒന്നും അൻവർ ഇത്തരം വെളിപ്പെടുത്തൽ നടത്തിയത് കൊണ്ട് തന്നെ ഭരണകക്ഷിക്ക് മൂടി വെക്കാൻ സാധിക്കുന്നതല്ല എന്നുള്ളതും ടി മുഹമ്മദ് ബഷീർ വ്യക്തമാക്കുന്നുണ്ട്. അൻവറിനെ മുസ്ലിം ലീഗിലേക്ക് ക്ഷണിക്കുമോ എന്നൊരു ചോദ്യം അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചിരുന്നു. ആ ഒരു ഘട്ടത്തിൽ അത് മറ്റൊരു വിഷയമാണ്. അത് മുസ്ലിം ലീഗ് ഇപ്പോൾ ഒന്നും തന്നെ ആ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമല്ല. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും ഒരു വ്യക്തിയെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നതിന് അതിൻ്റെതായ രീതികളുണ്ട്. അതൊക്കെ തന്നെ പാർട്ടിയും അതുമായി ബന്ധപ്പെട്ട നേതാക്കളും തീരുമാനിക്കുമെന്നുള്ളതാണ് ടി മുഹമ്മദ് ബഷീർ വ്യക്തമാക്കുന്നത്. മുസ്ലിം ലീഗ് ഒരു ഘട്ടത്തിൽ അൻവറിനെ പൂർണ്ണമായും മാറ്റി നിർത്തിയിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ ആ നിലയിൽ സ്വാഗതം ചെയ്യേണ്ട ഒരു നിലപാട് മുസ്ലിം ലീഗിൽ പൊതുവേ ഉണ്ടായിരുന്നു. എന്നാൽ അൻവറിൻ്റെ പരിപാടികളിൽ അദ്ദേഹം ഉയർന്ന വിമർശനങ്ങളിൽ അണികളിൽ തന്നെ വലിയൊരു സ്വീകാര്യത ലഭിച്ചതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം, ഒരു നിലപാട് ലീഗിലെ തന്നെ ഒരു വിഭാഗം നേതാക്കൾക്കുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്. അത് അടിവരയിടുന്നൊരു പ്രതികരണം തന്നെയാണ് ഇപ്പോൾ ടി മുഹമ്മദ് ബഷീറും നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ ഈ ഒരു വിവാദങ്ങൾ ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ ആദ്യമായിട്ടാണ് ടിയുടെ ഒരു പ്രതികരണം ഏറ്റവും ശ്രദ്ധേയമാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നേരത്തെ നമുക്കറിയാം, അൻവറിൻ്റെ പൊതുയോഗത്തിന് ശേഷം നിലമ്പൂരിൽ മുസ്ലിം പ്രാദേശിക കമ്മിറ്റി ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നു. KM ഷാജി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി പോലെയുള്ള നേതാക്കൾ അവിടെ എത്തി പ്രസംഗിക്കാനും തയ്യാറായതായിരുന്നു. എന്നാൽ മുസ്ലിം ലീഗിന്റെ തന്നെ ഒരു വിഭാഗം ഇടപെട്ടുകൊണ്ട് അത് പിൻവലിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഫേസ്ബുക്കിൽ PV അൻവറിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും വളരെ പെട്ടെന്ന് PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം വന്നപ്പോൾ വന്ന വേഗത്തിൽ തന്നെ അത് അപ്രത്യക്ഷമാവുകയൊക്കെ ചെയ്തു. അപ്പോൾ ലീഗിൻ്റെ ഈ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ സ്വാഗതം ചെയ്യുമ്പോഴും ലീഗിൻ്റെ അണികളിൽ ഈ PV അൻവറിനെ സ്വാഗതം ചെയ്യണമെന്നുള്ള ആഗ്രഹം ഇപ്പോഴും നിലവിലുണ്ടെന്ന് തോന്നുന്നു, അല്ലേ?
നിശ്ചയമായും ഒരു വിഭാഗത്തിന് ശക്തമായ അത്ര ഒരു ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലീഗ് വൃത്തങ്ങളിലൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ അത്തരമൊരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കൂടാതെ PV അൻവറിൻ്റെ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം, നാളെയാണ് അദ്ദേഹം പാർട്ടി പ്രഖ്യാപിക്കാൻ പോകുന്നത്. വിശേഷിച്ചും വടക്കൻ കേരളത്തിലെ മലബാറിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് അനുഭാവികൾ ഉൾപ്പെടെ അദ്ദേഹത്തിന് പിന്തുണയുമായി ഉണ്ടാകും എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. അപ്പോൾ സ്വാഭാവികമായും പാർട്ടിയിൽ നിന്നൊരു കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുമോ എന്നൊരു ആശങ്ക മുസ്ലിം ലീഗിലുണ്ട്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ വിമർശനങ്ങളെ ലീഗിലെ ഒരു വിഭാഗം നേതാക്കൾ സ്വാഗതം ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഒരു ഭാഗത്തെ മുതിർന്ന നേതാവായ PK കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള നേതാക്കൾക്ക് കൃത്യമായും അതിൽ വിയോജിപ്പുണ്ട്. അദ്ദേഹം ഇടപെട്ടുകൊണ്ട് തന്നെയായിരുന്നു നിലമ്പൂരിലെ പരിപാടി മാറ്റിവെച്ചത് എന്നുള്ളതായിരുന്നു പിന്നീട് പുറത്തു വന്ന വിവരങ്ങളൊക്കെ തന്നെ. അതുകൊണ്ട് മുസ്ലിം ലീഗ് അൻവറിന്റെ പാർട്ടി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നിലപാട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന നിലപാടുകൾ തന്നെയാണ് അതെന്നുള്ളത് എന്നുള്ളതാണ്. ഒരു സംശയം കൂടി മുബഷീർ, നമ്മൾ ഇത് തീർത്തു പോകുമ്പോൾ ഈ മഞ്ചേരിയിൽ നടക്കാൻ പോകുന്ന സമ്മേളനത്തിൽ ലീഗിലെ പ്രവർത്തകർ ഒഴുകിയെത്താനുള്ള സാധ്യതയുണ്ടോ? മാത്രമല്ല, പുതിയ പാർട്ടി രൂപീകരിച്ചാൽ ലീഗിലെ പ്രാദേശിക വിഭാഗങ്ങളിൽ ചിലരെങ്കിലും ഈ PV അൻവറിനോടൊപ്പം നിൽക്കുമോ? അത്തരം പ്രതീക്ഷകളൊക്കെ തന്നെ PV അൻവർ വെച്ച് പുലർത്തുന്നുണ്ട്. കാരണം മഞ്ചേരി എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ കോട്ടയാണ്, മലപ്പുറത്തിന്റെ വാണിജ്യ നഗരമാണ്, ഏറ്റവും വലിയ നഗരമാണ്. അവിടെ പൊതുവെ ഒരു പരിപാടി സംഘടിപ്പിച്ചാൽ അതൊരു സാധാരണഗതിയിൽ പാർട്ടിയുടെ പരിപാടി അല്ലെങ്കിലും വലിയ രീതിയിൽ ജനങ്ങൾ വരാറുണ്ട്. സ്വാഭാവികമായും അൻവറിന്റെ ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ അൻവറിന്റെ വാദങ്ങൾക്ക് ആ നിലയിൽ തന്നെ ലീഗ് അണികൾക്കുള്ളിൽ വലിയ സ്വീകാര്യത ലഭിക്കുമ്പോൾ ലീഗിലെ അനുഭാവികളും പ്രവർത്തകർ ഉൾപ്പെടെ തന്റെ പരിപാടിയിലേക്ക് ഒഴുകിയെത്തുമെന്നൊരു പ്രതീക്ഷ അൻവറിനുണ്ട്. ഒരു വിഭാഗം പ്രവർത്തകർക്കും അത്തരമൊരു നിലപാടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്ന വ്യക്തികളൊന്നും തന്നെ വന്നിട്ടില്ലെങ്കിലും സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ, അനുഭാവികൾ, അണികൾ ഒരു പക്ഷേ അൻവറിന്റെ പാർട്ടി പ്രഖ്യാപന ചടങ്ങിലേക്ക് ഒഴുകിയെത്തുമെന്നുള്ള ഒരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനെങ്ങനെ മുസ്ലിം ലീഗ് മറികടക്കുമെന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ് അരുൺകുമാർ. കൂടാതെ മറ്റൊരു വെല്ലുവിളി അൻവറിനെ സംബന്ധിച്ച് നിലനിൽക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ അൻവറിന്റെ പരിപാടിയിലേക്ക് എത്തുന്ന ആളുകൾ കാഴ്ചക്കാരാണ് എന്നുള്ളതാണ് മറുഭാഗം ഉയർത്തുന്ന വിമർശനം എന്നുള്ളതാണ്. കാരണം ഫോളോവേഴ്സ് എന്നതിനപ്പുറത്തേക്ക് വ്യൂവേഴ്സാണ് അൻവറിന്റെ പരിപാടി കാണുന്നതിന് വേണ്ടി എത്തുന്നത്. ഫോളോവേഴ്സ് എത്തിയാൽ മാത്രമേ മാറുമ്പോൾ പിന്തുണയായും പിന്നീട് വോട്ടായി മാറിയും അതെ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഫോളോവേഴ്സ് ആണോ വ്യൂവേഴ്സ് ആണോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ബഷീർ പറഞ്ഞതാണ് അതിൻ്റെ കറക്റ്റ്. അപ്പോൾ ഒഴുകിയെത്തുന്ന ആളുകളിൽ പലരും വ്യൂവേഴ്സാണ്. ഈ ചങ്ങാതി എന്താ പറയുന്നത് എന്ന് കേൾക്കാൻ കാത്തു നിൽക്കുന്നവരാണ്. കൂടെ നടക്കുന്നവർ എത്ര പേരുണ്ട് എന്നുള്ളതാണ് ചോദ്യം. പലപ്പോഴും അങ്ങനെയാണല്ലോ നമ്മുടെ ജീവിതത്തിലും. നമ്മൾ പറയുന്നത് കേൾക്കുന്നത് ഒരു വിഭാഗം, നമ്മുടെ കൂടെ നടക്കുന്നത് അവരിൽ ഒരു ചെറു ന്യൂനപക്ഷം, അത്രയേ ഉണ്ടാവുള്ളൂ.